ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഞാനിപ്പോൾ സയ്യാത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പക്ഷിച്ചന്തയിലുണ്ടാകും. ഒരുപാട് ഐറ്റം കിളികളൊക്കെ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ലൊക്കേഷൻ വരുന്നത് ദമാമ് സയ്യാത്തിൽ ലുലു ആണ് കാണുന്നത്. ലുലുവിൻ്റെ ബാക്ക് സൈഡിൽ പിന്നെ സയ്യാത്ത് പാർക്കിൻ്റെ ഒക്കെ ഇടയിലായിട്ട് അടിപൊളിയാണ്. പല ജാതി പക്ഷികൾ, പിന്നെ മയിൽ മുതൽ നാടൻ കോഴി, കാട, പ്രാവുകൾ, നമ്മൾ കാണാത്ത തരം പ്രാവുകളൊക്കെ ഇവിടെ ഉണ്ട്. അടിപൊളി കാഴ്ചകൾ പിന്നെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് സയ്യാത്ത് ചന്ത. നാടൻ കോഴി മുതൽ മയിൽ വരെ സകലജാതി പക്ഷികളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കോഴി, താറാവ്, കാട, പ്രാവുകള്, അലങ്കാര മത്സ്യങ്ങള്, ലവ് ബേർഡ്സ്, ഇനി വേണ്ട എല്ലാ പക്ഷികളും, പലജാതി കോഴികള്, പലജാതി പ്രാവുകള്, എല്ലാത്തിൻ്റെയും ഒരു സംഘമാണ് ഇവിടെ. വന്ന് കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. പിന്നെ പക്ഷികൾക്കുള്ള തീറ്റകൾ, പക്ഷികളുടെ കൂടുകൾ, അവർക്ക് ഫീഡിങ് കൊടുക്കാനുള്ള ഉപകരണങ്ങൾ എല്ലാം അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. സംഗതി ഇത് ഞങ്ങളവിടെ അങ്ങനെ ഒരു ചന്തയെപ്പറ്റി കേട്ടറിഞ്ഞ് പോയതൊന്നുമല്ല കേട്ടോ. സയ്യാത്ത് വഴി പോയപ്പോൾ അവിടെ യാദൃശികമായിട്ട് അവിടെ എത്തിപ്പെട്ടതാണ്. കണ്ടപ്പോൾ പിന്നെ അതൊരു വ്ളോഗാക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി. നല്ല കാറ്റുണ്ട് കേട്ടോ. തുറന്ന സ്ഥലത്തായതുകൊണ്ട് പൊടി നല്ല പാറുന്നുണ്ട്. ഈ പക്ഷികളൊക്കെ കാണുമ്പോൾ വാങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വാങ്ങിക്കൊടുന്നിട്ട് നമുക്ക് വളർത്താനുള്ള സൗകര്യം ഇവിടെ ഇല്ലാത്തതാണ്. മാസിക്ക് ഏതായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ കിളികളെയും കൈയിട്ടിട്ടും മുയലിനൊക്കെ നല്ല തൊട്ട് തലോടിയിട്ടൊക്കെ അവൻ എൻജോയ് ചെയ്തു. ഇതിൽ വേറെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ കച്ചവടക്കാരും ഉപഭോക്താക്കളും എല്ലാം അറബികളാണ്, സൗദികളാണ്. നല്ല ഭംഗിയുള്ള അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അവയെ വളർത്താനുള്ള അക്വേറിയങ്ങളും അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കൂടുതലും പക്ഷികളായതുകൊണ്ടാണ് ഞാൻ പക്ഷിച്ചന്ത എന്ന് പറഞ്ഞത്. ആട്ടിൻകുട്ടികൾ, മുയലുകൾ, മത്സ്യങ്ങൾ എല്ലാം അവിടെ വിൽപ്പനയ്ക്കുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന മൈനയാണ് ഇട്ടത്. ഒറ്റ മൈനയെ കണ്ടിട്ട് ആരും വിഷമിക്കണ്ട, അതിൻ്റെ അണ അടുത്ത കൂട്ടിലുണ്ട്. രണ്ട് പയ്യന്മാർ നായകളായിട്ട് വന്നിട്ടുണ്ട്. അത് വിൽപ്പനക്കുള്ളതാവാൻ സാധ്യതയില്ല, അവരുടെ പെറ്റാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ചന്ത വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞങ്ങൾ ഒരു വൈകുന്നേരം ആണ് പോയത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ സാക്ഷാൽ ദേശീയ പക്ഷി. അതിനെ അവിടെ വിൽപ്പനയൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇത് വിൽക്കുന്നതൊക്കെ നിയമം മൂലം നിരോധിച്ചതല്ലേ. ഇവിടെ വിൽക്കാനും വാങ്ങുന്നതിനും നിയമ തടസ്സമില്ല. മുയലുകളിൽ ഒരുപാട് വെറൈറ്റികൾ അവിടെ കാണാൻ സാധിച്ചിട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ പ്രാവുകളിലെ വെറൈറ്റികളാണ്.
പല ജാതി വെറൈറ്റി പ്രാവുകൾ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. മാസിക്കും മിനുവിനും മുയലിനെ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഞാൻ നാട്ടിലൊരു കൂടൊക്കെ വാങ്ങിയിട്ട് ഒരു ജോഡി മുയലിനൊക്കെ വാങ്ങി കൊടുത്തിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോന്നപ്പോഴേക്കും അതിനെ നായൊക്കെ കടിച്ച് ചത്തുപോയി. ഇത് കണ്ട നമ്മുടെ നാട്ടിലൊക്കെ അങ്കക്കോയില്ലേ, ആ അങ്കക്കോയുടെ ഇനത്തിൽപ്പെട്ടതാണിത്. ഒരുപാട് ആളുകൾ വന്നിട്ട് അതിനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ അവരുടെ ഫീഡിങ്ങിനുള്ള ഉപകരണങ്ങളാണ് കേട്ടോ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനകെ, ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. ഒരുപാട് കിളികളെ കണ്ടപ്പോഴേ പാടിപ്പോയതാട്ടോ. ഇനി പാട്ട് കേട്ടിട്ട് ആരും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവരുത്. തത്തകളുടെ ഫ്രഞ്ച് കിസ്സാണ് അയാൾ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും കുറേ വെയിറ്റ് ചെയ്തു. പക്ഷെ ക്യാമറ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവർക്ക് നാണം വന്നു. ഈ കാഴ്ച നിങ്ങളെ അതിശയിപ്പിക്കും. നമ്മുടെ ഒച്ചാണിത്. ഇതിനെന്തിനാണ് വളർത്തുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ന്യൂ ബോൺ ബേബീസാണിത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. Bye, thank you.